ഹലോ, ഹായ് ഫ്രണ്ട്സ്. അപ്പം ഇന്ന് മാർക്കറ്റ് കഴിഞ്ഞു. ഇന്ന് എനിക്ക് ഓഫ് ആയതുകൊണ്ട് നേരത്തെ തന്നെ കാര്യങ്ങൾ ചെയ്തേക്കാന്ന് വിചാരിച്ചു. ഇന്നത്തെ മാർക്കറ്റിൽ എന്താ സംഭവിച്ചതെന്ന് ജസ്റ്റ് നമുക്കൊന്ന് അനലൈസ് ചെയ്യാം. അപ്പം എല്ലാവർക്കും മിഡ് ക്യാപ് ഡോക്ടറിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് എന്താ സംഭവിച്ചത്, നമ്മൾ എന്താണ് പറഞ്ഞത്, എന്താണ് മാർക്കറ്റിൽ സംഭവിച്ചത്. ഓക്കെ, അപ്പം നമ്മുടെ ഇന്നലത്തെ അനാലിസിസ് പ്രകാരം മാർക്കറ്റ് ഓപ്പൺ ചെയ്തത്, അപ്പോൾ ഇതിന് നമ്മൾ ഇന്നലെ എന്താ പറഞ്ഞത്, ഇതിന് നടുക്ക് രണ്ടിടത്ത് മാർക്കറ്റ് ഓപ്പൺ ആണെങ്കിൽ നമുക്ക് ഇതിന് മുകളിൽ അങ്ങോട്ട് ട്രേഡ്, അല്ലെ ഇതിന് താഴെ ഇങ്ങോട്ട് ട്രേഡ്, ഇതിനകത്താണെന്നുണ്ടെങ്കിൽ നമ്മൾ പ്രൈസ് ആക്ഷന് വേണ്ടി വെയിറ്റ് ചെയ്യണം എന്നാണ് പറഞ്ഞിരുന്നത്, അല്ലേ? അപ്പം നമ്മൾ പറഞ്ഞ പോലെ തന്നെ മാർക്കറ്റ് ഇതിന് മുകളിൽ ഓപ്പൺ ചെയ്തെങ്കിലും ഒരു നല്ല റെഡ് ക്യാൻഡിൽ നമുക്ക് കിട്ടി. ഓക്കെ, റെഡ് ക്യാൻഡിൽ കിട്ടിയപ്പോൾ നമ്മൾ ഇന്നലത്തെ പ്രതീക്ഷിച്ച പോലെ തന്നെ മാർക്കറ്റ് താഴോട്ട് വരും എന്നാണ് പ്രതീക്ഷിച്ചത്. അപ്പം എപ്പോഴും നമ്മുടെ പ്രതീക്ഷ പോലെ നടക്കണമെന്നില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ പിന്നെ മാർക്കറ്റ് എല്ലാവരും വിജയിക്കുമല്ലോ. അപ്പം നമ്മൾ ഫസ്റ്റ് ക്യാൻഡിൽ വീണു, രണ്ടാമത്തെ ഒരു ക്യാൻഡിൽ വീണപ്പം നമുക്കൊരു ട്രേഡ്, ഒരു കൺഫർമേഷൻ കിട്ടി. ഇനി ഒരു പി കിട്ടും എന്നൊരു കിട്ടി. അപ്പം നമ്മൾ സ്റ്റോപ്പ് ലോസ് ഇടുന്നത് എവിടെയായിരിക്കും? ഇവിടെയായിരിക്കും, അല്ലേ? ഇതിന്റെ ഫസ്റ്റ് ഈ സെക്കൻഡ് ക്യാൻഡിലിന്റെ മേളത്തെ വിക്കിലായിരിക്കും നമ്മൾ സ്റ്റോപ്പ് ലോസ് ഇട്ടായിരിക്കും ട്രേഡ് എടുക്കുന്നത്. അങ്ങനെയാണ് നമ്മൾ വിചാരിച്ചിരുന്നത്. അങ്ങനെ അവിടെ ഒരു ട്രേഡ്, സത്യം പറഞ്ഞാൽ ആസ്പർ ആദ്യത്തെ കാര്യം പറയാം. ആസ്പർ നമ്മുടെ ചാർട്ട് തിയറി പ്രകാരം എന്താ പറഞ്ഞിരിക്കുന്നത്, ഇതിന് മുകളിൽ വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടുന്ന് സി എടുക്കാം. അപ്പോൾ ഒരു കൺഫർമേഷൻ എങ്ങനെയാണ് വരുന്നത്? ഒരു ഗ്രീൻ ക്യാൻഡിലിന്റെ 5 മിനിറ്റ് ക്യാൻഡിലിൽ ഒരു ഗ്രീൻ ക്യാൻഡിൽ നമുക്ക് കിട്ടണം. ബോഡി 75% എങ്കിലും നമുക്ക് ക്ലോസിംഗ് കിട്ടണം. ഇച്ചിരി വലുതാക്കി കാണിക്കാം, അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. ഓക്കെ, ഇപ്പോൾ കാണാൻ വിചാരിക്കുന്നുണ്ട്, എല്ലാവർക്കും പരാതി ഉണ്ട്, ശരിക്കും കാണാൻ പറ്റുന്നില്ല എന്നുള്ളത്. ഓക്കെ, അപ്പം നമ്മൾ ഈ ഫസ്റ്റ് ക്യാൻഡിൽ വീണു, ഒരു നല്ല ക്യാൻഡിൽ കിട്ടി. അപ്പം നമ്മൾ വീണ്ടും മാർക്കറ്റ് താഴോട്ട് വരുന്നതാണ് പ്രതീക്ഷിച്ചത്. അപ്പം ഇവിടുന്ന് മാർക്കറ്റ് തിരിച്ചു കയറി, അല്ലേ? തിരിച്ചു കയറി ഇവിടെ ഫസ്റ്റ് ഒരു ഗ്രീൻ ക്യാൻഡിൽ കിട്ടി, പിന്നെ ഒരു റെഡ് ക്യാൻഡിൽ കിട്ടി, പിന്നെ നമ്മുടെ ക്രൈറ്റീരിയ ഫുൾഫിൽ ചെയ്യുന്ന രീതിയിൽ നമുക്കൊരു ഗ്രീൻ ക്യാൻഡിൽ ഇവിടെ കിട്ടി. 75% ഉള്ള ബോഡി ഉള്ള ഒരു ക്യാൻഡിൽ, ഇല്ലേ? അപ്പം ഈ നമ്മുടെ തിയറി ഫോളോ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് ഒരു സി എടുക്കും. അവർക്ക് ഇവിടം വരെ ടാർഗറ്റ് ഒരു മിനിമം ഒരു 15 പോയിന്റ് 20 പോയിന്റ്, അതായത് ഏകദേശം ഇവിടെ വരുമ്പോൾ 20 പോയിന്റ് കിട്ടും എന്നാണ് വിശ്വാസം. അങ്ങനെ ട്രേഡ് എടുത്തു. ഓക്കെ, എടുത്തെന്ന് വിശ്വസിക്കുന്നു. ബുക്ക് ചെയ്തോ ഇല്ലയോ അതൊന്നും എനിക്കറിയത്തില്ല. ഓക്കെ, നമ്മുടെ ആസ് പെർ തിയറി പ്രകാരം നമുക്ക് ഇവിടെ ഇങ്ങോട്ടൊരു ട്രേഡ് ഉണ്ട്, ശരിയല്ലേ? പിന്നെ ഇനി നമ്മൾ ഗ്രൂപ്പിലെടുത്ത ട്രേഡിനെ പറ്റി സംസാരിക്കാം. ഗ്രൂപ്പിലെടുത്ത ട്രേഡിനെ പറ്റി സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞു പ്രൈസ് ആക്ഷൻ പ്രകാരമാണ് നമ്മളൊരു ട്രേഡ് അവിടെ എടുത്തത്, ഇല്ലേ? അപ്പം നമ്മൾ ഇവിടെ നിന്നൊരു റെഡ് ക്യാൻഡിൽ കിട്ടി. അടുത്ത ക്യാൻഡിലും ഇവിടെ താഴെ ഇവിടെ ക്ലോസിംഗ് കിട്ടുമ്പോൾ നമുക്കിവിടെ ഒരു ട്രേഡ് 12,565-70 ഇടയ്ക്ക് എടുക്കാൻ ഞാൻ പറഞ്ഞായിരുന്നു, ഇല്ലേ? 55 സ്റ്റോപ്പ് ലോസും തോന്നുന്നു. പക്ഷേ എങ്കിൽ അൺഫോർച്ചുനേറ്റ്ലി മാർക്കറ്റ് കുറച്ച് താഴോട്ട് വന്നിട്ട് തിരിച്ചു വിടുന്ന ഒരു നല്ല ബുള്ളിഷ് മൊമെന്റം കിട്ടി. ക്യാൻഡിൽ മേളിൽ ക്ലോസ് ചെയ്ത് കഴിഞ്ഞപ്പം നമ്മുടെ ആക്ച്വലി നമ്മളത് അങ്ങനെ എടുക്കുവാണെങ്കിൽ നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഇതായിരിക്കും തിയറി പ്രകാരം. ഇല്ല, ഞാൻ സ്റ്റോപ്പ് ലോസ് പറഞ്ഞത് 55 പറഞ്ഞത്. സ്റ്റോപ്പ് ലോസ് 55 ഏകദേശം ഈ റേഞ്ചിൽ വന്നപ്പോഴത്തേക്കും 55 സ്റ്റോപ്പ് ലോസ് നമ്മൾ അടിച്ചു. ഇവിടുന്ന് മാർക്കറ്റ് തിരിച്ച് നമുക്കൊരു പിന്നെ ഇവിടുന്ന് എസ് എൽ ഇട്ടാണല്ലോ നമ്മൾ എടുത്തത്. 55 എസ് എൽ പറഞ്ഞപ്പോൾ ഏകദേശം നമ്മുടെ എസ് എല്ലില് ഇവിടെ വരെ അടിച്ചു. ഞാൻ അപ്പോൾ പറഞ്ഞത് എസ് എൽ അടിച്ചവരെ ഇറങ്ങി നിൽക്കാൻ പറഞ്ഞിരുന്നു. പക്ഷെങ്കിൽ കുറച്ച് പേര് അത് ഹോൾഡ് ചെയ്തു. കാരണം മാർക്കറ്റ് ഇനി എങ്ങോട്ടാണ് പോകുന്ന ഒരു കൺഫ്യൂസ്ഡ് സ്റ്റേജിൽ നിൽക്കുന്നതുകൊണ്ട് ആൾക്കാർ കുറച്ച് പേരത് ഹോൾഡ് ചെയ്തു. അപ്പൊ ഞാൻ പറഞ്ഞിരുന്നു, ഹോൾഡ് ചെയ്യുന്നവർ സ്വന്തം റിസ്കിൽ ഹോൾഡ് ചെയ്യുക, അല്ലാത്തവർ എസ് എൽ അടിച്ചവർ ഇറങ്ങിയ എസ് എല്ലിനെ റെസ്പെക്ട് ചെയ്ത് മാറി നിൽക്കാൻ ഞാൻ പറഞ്ഞിരുന്നു. പക്ഷെ മാർക്കറ്റ്, അപ്പൊ ഞാനത് ഹോൾഡ് ചെയ്യുന്നുണ്ടായിരുന്നു. കാരണം നമുക്കൊരു കൺവിക്ഷൻ ഉണ്ടായിരുന്നു മാർക്കറ്റ് ഇവിടെ തിരിച്ചതായിട്ട് വരും എന്നുള്ള കാര്യം. അപ്പം നമ്മൾ എന്ത് ചെയ്തു, അത് ഹോൾഡ് ചെയ്തു. മാർക്കറ്റ് അത് നമ്മൾ വിചാരിച്ചോളെ തന്നെ തിരിച്ച് താഴോട്ട് വന്ന് ഈ പറയുന്ന പോലെ ഏകദേശം ഈ പറയുന്ന ഇത് ഇങ്ങനെ വന്ന് നമ്മൾ ഹോൾഡ് ചെയ്തു. ഇത്രയും നേരം ഹോൾഡ് ചെയ്യുന്നതുകൊണ്ട് കുറച്ചൊരു ടൈം ഡീക്കെ നമുക്ക് വന്നു. ടൈം ഡീക്കെ വന്നതിന് ശേഷം മാർക്കറ്റ് ഇവിടെ വരെ വന്നു, ഇല്ലേ? ഇവിടെ വരെ വന്നപ്പോൾ ഏകദേശം പലർക്കും കോസ്റ്റ് അല്ലെങ്കിൽ ഒരു 5-10 പോയിന്റ് ഒക്കെ പ്രോഫിറ്റ് കിട്ടി ഇറങ്ങിയവരുണ്ട്. അത് 75 വരെ വന്നായിരുന്നു. ഞാൻ കറക്റ്റ് ചാർട്ട് നോക്കിയായിരുന്നു. കറക്റ്റ് 75 വരെ വന്നിട്ടാണ് മാർക്കറ്റ് പിന്നെ ഇവിടെ നിന്നൊരു റിവേഴ്സൽ വന്നത്. അപ്പൊ നമ്മൾ 65 to 70 എടുത്തവർക്ക് ഒരു 10 പോയിന്റ് ഇവിടെ കിട്ടിക്കാണും. പക്ഷെ ഇതുവരെ ഹൈ റിസ്കി ട്രേഡ് ആയിരുന്നു. നമുക്കൊരു എന്താ പറയുന്ന നമുക്കൊരു എങ്ങോട്ട് മാർക്കറ്റ് പോകുമെന്നൊരു ഊഹം
നമുക്ക് അത് കിട്ടിയില്ല. എങ്ങോട്ടാ പോകുന്നത് ഒരു ഡയറക്ഷൻലെസ് മാർക്കറ്റ് ആയിരുന്നു. ഒരു ഡയറക്ഷനും ഇല്ല, എങ്ങോട്ട് മാർക്കറ്റ് പോകും ഒന്ന് പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള മാർക്കറ്റ് ആയിപ്പോയി. എങ്കിലും പലരും പ്രോഫിറ്റിൽ ഇറങ്ങി നമ്മൾ ഇത്ര ഹോൾഡ് ചെയ്തവരെ കുറച്ചു പേർക്ക് 10 പോയിന്റ് സ്റ്റോപ്പ് ലോസ് അടിച്ചു. 10 പോയിന്റ് സ്റ്റോപ്പ് ലോസ് അടിച്ചവർക്ക് ഞാൻ ഇവിടുന്ന് വീണ്ടും കോൾ എടുക്കാൻ പറഞ്ഞായിരുന്നു, ഇവിടുന്ന് പി എടുക്കാൻ പറഞ്ഞായിരുന്നു. അങ്ങനെ ഇവിടുന്ന് അവർ വീണ്ടും എടുത്ത് അവർക്ക് 10 പോയിന്റ് കിട്ടി. അപ്പോൾ അവരുടെ സ്റ്റോപ്പ് ലോസ് ഓൾറെഡി മെയിൻറ്റെയിൻ ചെയ്ത് നഷ്ടമില്ലാത്ത രീതിയിൽ ഇറങ്ങി. ട്രേഡ് എടുക്കാത്തവർക്ക് 10 പോയിന്റ് നഷ്ടം വന്നു. ശരിയാണ്, അത് അടുത്ത ദിവസങ്ങളിൽ എല്ലാ ദിവസവും ലാഭം കിട്ടിയിട്ട് കാര്യമില്ലല്ലോ. വല്ലപ്പോഴും ഒക്കെ നഷ്ടങ്ങളൊക്കെ സംഭവിക്കണമല്ലോ. എല്ലാ ദിവസവും ലാഭവും സന്തോഷമായി കഴിഞ്ഞാൽ അതൊരു ബിസിനസ് ആകത്തില്ല. ഇതൊരു ബിസിനസ്സാണ്. ഈ ബിസിനസ് ചെയ്യുമ്പം ലാഭവും നഷ്ടവുമാണ്. ഓക്കെ, നഷ്ടം വന്നത് അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പം ഞാൻ തന്ന ട്രേഡിന്റെ മേന്മ പറഞ്ഞ് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. അപ്പൊ ഇവിടുന്ന് രണ്ടാമതൊരു ട്രേഡ് സ്റ്റോപ്പ് ലോസ് അടിച്ചവർക്ക് വേണ്ടി പറഞ്ഞു. അവർക്ക് 10 പോയിന്റ് കൂടെ കിട്ടി. അത് വെച്ച് അവർക്ക് അവരുടെ ലോസ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റിയായിരിക്കും. ചിലരെടുത്തില്ല, അവർക്ക് ലോസ് ഉണ്ട്, സംഭവിച്ചു. പിന്നെ ഇവിടുന്ന് മാർക്കറ്റ് എന്താ ഒരു കൺസോൾട്ടേഷൻ സ്റ്റേജിലേക്കാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും മാർക്കറ്റ് ഓടി കളിക്കുമായിരുന്നു. ഇവിടുന്ന് 1-2 സ്കാൽപ്പിംഗ് പിന്നെ ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നു. കുറച്ചുപേരൊക്കെ അത് സ്കാൽപ്പ് ചെയ്ത് ചിലരൊക്കെ പ്രോഫിറ്റ് എടുത്തു, ശരിയാണ്. പക്ഷെ നമുക്ക് ഇവിടെ ഒരു കറക്റ്റ് ഒരു കൺഫർമേഷൻ തന്ന് നമുക്കൊരു ട്രേഡ് എടുക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി നമുക്ക് ഇല്ലായിരുന്നു. കാരണം ഒരു മാർക്കറ്റ് ഒരു സൈഡ് വൈസ് മൂവ്മെന്റ് ആയിരുന്നു. നമുക്ക് എങ്ങോട്ടും മാർക്കറ്റ് മൂവ് ചെയ്യാതെ ഒരു റേഞ്ചിനകത്ത് കിടന്ന് റേഞ്ച് ബൗണ്ട് മാർക്കറ്റ് ആയിരുന്നു. അതാണ് സംഭവിച്ചത്. ഓക്കെ, അപ്പം ഇതായിരുന്നു ഇന്നത്തെ സമ്മറി, എന്ത് സംഭവിച്ചു എന്നുള്ളതിനകത്തിൽ. ഓക്കെ, അപ്പം ഇനിയും അടുത്ത ദിവസങ്ങളിൽ മാർക്കറ്റ് ഇനി നാളെ മാർക്കറ്റ് അവധിയാണ്. നാളെ മാർക്കറ്റ് ഇല്ല. നാളെ മുഹറമായിട്ട് ബന്ധപ്പെട്ട് നാളെ ഹോളിഡേ ആണ്. അപ്പൊ അടുത്ത ദിവസം മാർക്കറ്റ് എങ്ങനെ ബിഹേവ് ചെയ്യുന്നുള്ള കാര്യം നമുക്ക് നോക്കാം. ഇത് മാർക്കറ്റ് നോക്കിക്കഴിഞ്ഞാലേ നമുക്ക് ഈ ഹൈ ഇതായിരിക്കും നമ്മുടെ അടുത്ത ദിവസങ്ങളിലെ സപ്പോർട്ട്. ഇത് നമുക്ക് സപ്പോർട്ടായിട്ട് പരിഗണിക്കാം. ഓക്കെ, ലെവലുകളൊക്കെ കാണാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്തത് നമ്മുടെ ഇന്നത്തെ ഹൈ ഇതാണ്. ഓക്കെ, അപ്പോൾ ഈ ഹൈക്ക് മേളിൽ പോയാൽ മാത്രം നമ്മൾ ട്രേഡ് എടുത്താൽ മതി. പക്ഷെ അത് വെരി ഷോർട്ട് ടാർഗറ്റ് ആയിരിക്കും. അധിക ദൂരമൊന്നും പോകാനുള്ള ചാൻസസ് വളരെ കമ്മിയാണ്. അപ്പം നമുക്ക് ഇത്രയും വരെയെങ്കിലും നോക്കിയാൽ മതി. 12,650 വരെയൊക്കെ പോകാനുള്ള ചാൻസസ് ഉള്ളൂ. 12,650 വരെയൊക്കെ മാക്സിമം പോകാത്തുള്ളൂ. ഇതിപ്പം ഇവിടെയാണ് മാർക്കറ്റ് ഇപ്പോൾ ഓപ്പൺ ചെയ്തതിനകത്താണെന്നുണ്ടെങ്കിൽ പ്രൈസ് ആക്ഷൻ നോക്കിയിട്ട് മാത്രമേ നമുക്കൊരു ട്രേഡ് എടുക്കാൻ പറ്റത്തുള്ളൂ. ഇതായിരിക്കും ബുധനാഴ്ചത്തെ വ്യാഴാഴ്ചത്തെ പിന്നെ നമുക്ക് പറയാനുള്ള ഓപ്പർച്യൂണിറ്റികൾ. ഓക്കെ, അപ്പം നാളെ അവധിയാണ്. നാളെ പറ്റുമെങ്കിൽ ഞാനൊരു പ്രൈസ് ആക്ഷന്റെ ക്ലാസ് എടുക്കണമെന്ന് വിചാരിക്കുന്നു. സമയമുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ റെക്കോർഡ് ചെയ്യാം. ഓക്കെ, അപ്പം ഇതാണ് ഇന്നത്തെ സമ്മറി. ഓക്കെ, അപ്പം ലോസ് ബുക്ക് ചെയ്ത് നമ്മൾ ഇന്നലെ ഒരു പ്രതിജ്ഞ എടുത്തിട്ടുണ്ടായിരുന്നു. 15-25% പ്രോഫിറ്റ് എടുത്താൽ അത് പിന്നെ ട്രേഡ് എടുക്കരുത്. 10% ലോസ് അടിച്ചാൽ പിന്നെ ട്രേഡ് എടുക്കില്ല. ആ പ്രതിജ്ഞ എത്ര പേര് പാലിച്ചു എന്നുള്ളത് അറിയത്തില്ല. നിങ്ങൾക്ക് ലോസ് ആയാലും പ്രോഫിറ്റ് ആയാലും ഒന്ന് വീഡിയോക്ക് താഴെ ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ. ഓക്കെ, അപ്പം എല്ലാവർക്കും നല്ലൊരു ഹോളിഡേ ആശംസിക്കുന്ന ആളുകൾക്ക് ഹോളിഡേ അല്ലേ. ഓക്കെ, അപ്പം നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.